അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ള ഒരു തീരുമാനമാണ്. കാരണം CPIM-ന്റെ ഭാഗമായി പ്രവർത്തിച്ച് CPIM-ന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് അവസരം കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിനുശേഷം 3 തവണ MLA ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് പാർട്ടി കൊടുത്തു. അപ്പോ പാർട്ടിയുടെ ഭാഗമായി LDF-ന്റെ ഭാഗമായി ഐഷ പോറ്റി പ്രവർത്തിക്കുകയും പാർട്ടിക്ക് LDF-നും ഐഷ പോറ്റി ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും LDF-ഉം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത 100 കണക്കിന് സഹാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുമ്പോൾ പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നെല്ലാം ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പൊ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല.